ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും രാവിലെ എണീച്ചാലും പിറ്റേന്ന് രാത്രി ആയാലും ഉള്ളൊരു സംഭവമാണല്ലോ നാളെ എന്തുണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ പത്തിരിയാണെങ്കിൽ പത്തിരിയിലേക്ക് എന്ത് കറി ഉണ്ടാക്കും? ചിക്കൻ ഉണ്ടാവും ഫ്രിഡ്ജിൽ. അപ്പോൾ ചിക്കൻ കൊണ്ട് എന്നും ഒരു കറിയല്ല നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ വ്യത്യസ്തമായിട്ടൊരു കറി ഉണ്ടാക്കണ്ട നമുക്ക്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടോളി. നമുക്ക് അടിപൊളിയൊരു ഹരിയാല ചിക്കൻ ഉണ്ടാക്കിയാലോ. നിങ്ങൾ വേഗം പോയി ഫ്രിഡ്ജിൽ നിന്ന് ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെക്കി. എന്നിട്ട് നമുക്ക് ഒരു മിക്സിൻ്റെ ജാർ അങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടാം, ഒരു 5-10 വെളുത്തുള്ളി, അതുപോലെ തന്നെ 4-5 പച്ചമുളക്. പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില വേണം, കുറച്ച് അധികം തന്നെ വേണം കേട്ടോ മല്ലിയില. അതുപോലെ തന്നെ വലിയ ജീരകം ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അതേപോലെ ചെറിയ ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് തന്നെ നമ്മൾ ക്യാഷ്നട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര അതിൻ്റെ ആ അളവിനനുസരിച്ച് ക്യാഷ്നട്ട് ഇടാം. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതുപോലെ നന്നായി പേസ്റ്റ് ആക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഈ പേസ്റ്റ് അങ്ങോട്ട് ആ ചിക്കനിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. പിന്നെ ഈ പേസ്റ്റ് മാത്രം ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ, ഇതിലേക്ക് കുറച്ചും കൂടി പൊടികളൊക്കെ വരാണ്ടേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതും കൂടി ചേർത്ത് നന്നായി അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. കുഴയ്ക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എല്ലാം മറന്നു കേട്ടോ, അതിലേക്ക് തൈര് ഒഴിക്കാണ്ടായിരുന്നു. എന്താ അറിയില്ല, അപ്പോൾ കുറച്ച് മറവി കൂടുതലാണ്. അപ്പോൾ നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്യാം. എല്ലുള്ള കഷ്ണമൊക്കെ ആണെങ്കിൽ കയ്യിലൊക്കെ തറയ്ക്കും കേട്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ചെയ്യാം. ഇതുപോലെ കുഴച്ച് ഇതുപോലെ ആക്കിയെടുക്കാം. നല്ല ഗ്രീൻ കളറായിരിക്കും ഇതുണ്ടാവണം, കാണാൻ തന്നെ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ളൊരു കാര്യം ഇടാൻ മറന്നു. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മറവി കൂടുതലാണെന്ന്. നമ്മൾ പെപ്പർ ഇടാണ്ടായിരുന്നു. ഞാനിവിടെ 1 സ്പൂണ് പെപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നിങ്ങൾ ആ സത്യം മനസ്സിലാക്കേണ്ടത്. ഇത് വെറും ഹരിയാല ചിക്കൻ അല്ല, ഇത് സ്മോക്കി ഫ്ലേവറാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് സ്മോക്കി ഫ്ലേവർ കൊണ്ടുവരണ്ടേ. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഞാൻ അവിടെ ഇപ്പോൾ ഒരു പാത്രം അതിൻ്റെ നടുവിലേക്ക് വെച്ചിട്ട് നമ്മളെ ചാർക്കോളൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലാക്കിങ്ങാണ്ട് പെട്ടെന്ന് മൂടി വെച്ചിട്ടോ. മൂടി കിട്ടണില്ലേ, അങ്ങ് കുറച്ച് പുകയൊക്കെ പുറത്തേക്ക് പോയി. എന്നാലും സാറില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. മൂടി വെച്ച് ഈ തീരെ സമയം കിട്ടിയില്ല, കുട്ടികൾക്ക് പോകാനായി എന്നൊക്കെ പറഞ്ഞത് റെസ്റ്റ് ചെയ്യാതൊക്കെ ഉണ്ടാവും. അത് റെസ്റ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് എന്തായാലും റെസ്റ്റ് ചെയ്യണം. അതിലേക്ക് ആ സ്മോക്കി ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നമുക്ക് ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് വെന്ത് വന്നിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന മസാല ഉണ്ടാവും. എങ്ങനെ വന്നാലും മസാല ബാക്കി ഉണ്ടാവും. നമ്മൾ ആ പേസ്റ്റ്, ആ മിക്സിൻ്റെ ജാറും നമ്മൾ കുഴച്ച പാത്രം നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കലക്കി അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇത് വെറും ഓപ്ഷണലാണ്. ഞാൻ ഇന്ത്യയിൽ ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒരു ഭംഗിക്കൊക്കെ ഇട്ടതായിരുന്നു. ചീസ് വേണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ലൈസ് ഇട്ടിട്ടുള്ളൂ. ഇനി ഇത് തിളച്ച് വരുമ്പോൾ വറുത്ത സവാള ചേർക്കാൻ മറക്കരുത്. എനിക്ക് മറന്നുപോയി, അതാണ് ഞങ്ങളോട് പറഞ്ഞാൽ മറക്കരുത് എന്ന്. അപ്പോൾ നമ്മൾ ഹരിയാല ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നാളെ ഇത് ഉണ്ടാക്കി നോക്കൂലേ? ഇല്ലല്ല, നാളത്തേക്ക് ആക്കണ്ട, ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളി. അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ. നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് വേണോ? അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടേ? എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി നാളെ കാണാം.